അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട നൂർ ഫാത്തിമ സ്റ്റോറിയിലെ കൂട്ടുകാരെ, നിങ്ങളോട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റോറിയുടെ ഇടയിൽ അസൂറ ബീവിയുടെ കഥ ഇപ്പോൾ വരുന്നുണ്ടല്ലോ അല്ലേ. ഇൻഷാ അല്ലാഹ് 2 എപ്പിസോഡ് കൂടി കഴിഞ്ഞാൽ അത് കഴിയും കേട്ടോ. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇത് കേട്ട കഥയായതുകൊണ്ട് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള കമൻസൊക്കെ ഞാൻ കണ്ടു. എന്തായാലും ഒരു ചരിത്ര കഥയല്ലേ, പിന്നെ ബീവിയെക്കുറിച്ച് അറിയാത്തവർ ഒന്ന് അറിയാൻ കൂടി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിൽ ഉൾപ്പെടുത്തിയത്. കാരണം അത്യധികം ത്യാഗം സഹിച്ച, അള്ളാഹുവിനെ മാത്രം ഭയന്ന് കഴിയുന്ന ഒരു ബീവിയുടെ കഥയല്ലേ. അപ്പോൾ കേൾക്കാത്ത പലരും ഉണ്ട്, കേട്ടവരും ഉണ്ട്, ഇഷ്ടം പോലെ കേട്ടവരാണ് അധികവും. അപ്പോൾ കേട്ടവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, ആരൊക്കെ കേട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ കേൾക്കാത്തവരും ഉണ്ട് കുറേയൊക്കെ ആളുകൾ, അധികം ആളുകളും ഉണ്ടാവില്ല. എന്നാലും ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ കേൾക്കാൻ പ്രയാസമായിരിക്കും. കുറച്ച് പഴയ ആളുകൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ അങ്ങനെ ബുക്സൊന്നും വല്ലാതെ ആരും അങ്ങനെ വായിക്കാത്തവരായതുകൊണ്ട്, പ്രത്യേകിച്ചൊക്കെ ഈ ഫോണും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബുക്കിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്തവരുണ്ടാവുമല്ലോ, അങ്ങനത്തെവരൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ബീവിയുടെ കഥ വായിച്ചവരും വായിക്കാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നമ്മളെ സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം. ഹംദ, ഷാമിലിൻ്റെ വിളി കേട്ട് ഹംദ തിരിഞ്ഞു നോക്കി. ഷാമിൽ, നമുക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്ത് വഴി? മോളെ ഹംദ, അങ്ങനെ അങ്ങ് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ ഈ കൊട്ടാരത്തിന് ചുറ്റുഭാഗത്തുമായിട്ട് വലിയ മതിലാണുള്ളത്. ഓരോ മതിലിൻ്റെ ഗേറ്റിലും പാറാവുകാരാണുള്ളത്. ഒരിക്കൽ പോലും അവരുടെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ല. ശരിയാണ്, നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതെ, നമ്മളിവിടുന്ന് ജോലി ലഭിച്ച് അല്പം പണവുമായി നമ്മൾക്ക് പിരിഞ്ഞു പോകാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഇവിടുത്തെ രാജകുമാരിയുടെ ആഗ്രഹം നിന്നെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. നീ ഒരാണാണെന്നുള്ള സ്ഥിതിക്ക് അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ കുറച്ചുകൂടി കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ഹംദ, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകും. അജ്മൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതെ, ആ അജ്മലിൻ്റെ അരികിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ ഒരു കഥ നീ കേട്ടേ തീരൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട് ഹംദ. ഷാമിലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഷാമിൽ, എനിക്ക് ആഗ്രഹമുണ്ട്. ബീവിയുടെ ആ കഥ കേൾക്കുമ്പോൾ ഞാനത് അറിയാതെ കരഞ്ഞു പോവുകയാണ്. പറയൂ ഷാമിൽ, ബാക്കി പറയൂ. എന്നിട്ട് എന്തായി? ആ കപ്പിത്താൻ ബീവിയെ റൂമിലിട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ, എന്നിട്ട് എന്തായി? ഉപദ്രവിച്ചോ? പാവം അല്ലേ ബീവി. ഹംദ, നീ വിഷമിക്കണ്ട, നമുക്ക് എന്താണെന്ന് കേട്ട് നോക്കാം. ശാന്തമായിരുന്ന കടൽ പെട്ടെന്ന് പ്രകോപിതമായി. തിരമാലകൾ പർവ്വതം കണക്കെ ഉയർന്നു പൊങ്ങി. കപ്പൽ മുങ്ങിയും പൊങ്ങിയും ഏത് സമയവും പൊട്ടിപ്പിളരുമോ എന്നുള്ള സംശയത്തിൽ എല്ലാവരും വാവിട്ട് കരഞ്ഞു. അസൂറ ബീവിക്ക് മാത്രം ഒരു ചാഞ്ചല്യവും ഉണ്ടായിരുന്നില്ല. അവർ റബ്ബിനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരുന്നു. പെട്ടെന്ന് കപ്പൽ പൊട്ടിപ്പൊളിഞ്ഞു. അത് ആഴിയുടെ അടിത്തട്ടിലേക്ക് ഊളിയിടാൻ തുടങ്ങി. എല്ലാവരും ഭയങ്കര കരച്ചിൽ. കപ്പിത്താൻ്റെ ദുഷ്ടതകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് കപ്പൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മറഞ്ഞു. പരിക്കുകളോടെയാണെങ്കിലും കപ്പലിലുണ്ടായവരെ കപ്പിത്താനെ അടക്കം അള്ളാഹു രക്ഷപ്പെടുത്തി എന്നർത്ഥം. എന്നാൽ അവൻ്റെ അജയ്യമായ ശക്തി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? ബീവിക്കു മാത്രം ഒരു പോറലും ഏറ്റില്ല. അവർ കപ്പലിൻ്റെ ഒരു പലകയിൽ പിടികൂടി. തൻ്റെ പെട്ടിയും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. തിരമാലകൾ തള്ളിത്തള്ളി ആ പലക കഷ്ണത്തോടൊപ്പം അസൂറ ബീവിയെയും കരക്കടുപ്പിച്ചു. ബീവി സർവശക്തനായ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് കരക്കിറങ്ങി. അവർ തൻ്റെ വസ്ത്രങ്ങളെല്ലാം വിജനമായ ആ സ്ഥലത്ത് അഴിച്ചു വെച്ചു. ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉപ്പുവെള്ളം തുടച്ചു നീക്കി. പെട്ടിയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ പുറത്തെടുത്തു. എന്നാൽ പെട്ടെന്ന് തന്നെ ബീവി ഞെട്ടിത്തെറിച്ചു. പടച്ചോനെ, അത്ഭുതം! ആ പെട്ടിയിൽ സ്ത്രീയുടെ വസ്ത്രമല്ലായിരുന്നു. അതെ, ആ പെട്ടിയിൽ കോട്ടും സൂട്ടും തലയിൽ കെട്ടുമെല്ലാം പുരുഷന്മാരുടേതായിരുന്നു. ബീവി നടുങ്ങിപ്പോയി. പടച്ചോനെ, ഞാൻ ബോധമറ്റ് കിടന്നപ്പോൾ കപ്പിത്താൻ ചെയ്ത പണിയാണിത്. അതെ, എന്തായാലും അടുത്ത വസ്ത്രം വാങ്ങുന്നത് വരെ ഇതുതന്നെ ധരിക്കാം.
അള്ളാഹുവേ, കാപാലികന്മാരുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇതല്ലാതെ മറ്റു മാർഗവും ഞാൻ കാണുന്നില്ല. ഈ അവിവേകം എന്നോട് പൊറുക്കണമേ അല്ലാ. അസൂറ ബീവി മനം നൊന്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അതാ അസൂറ ബീവി പുരുഷന്റെ വേഷം ധരിച്ച് നടന്നു. മനസ്സിന്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന ഭയത്തോടെ എത്ര ദൂരം സഞ്ചരിച്ചുവെന്നറിഞ്ഞില്ല. അവസാനം യമൻ രാജ്യത്താണ് താൻ എത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. അവിടെ കണ്ട നിസ്കാരപ്പള്ളിയുടെ അടുത്തേക്ക് നടന്നു. നിസ്കാരം കഴിഞ്ഞു വരുന്ന ആളുകൾ അസൂറ എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. അതെ, ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന തേജസ്സുള്ള മുഖം. അവർ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ അസുറ പറഞ്ഞു, ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്. ഖുർആനും ഹദീസും കുറച്ച് പഠിച്ചിട്ടുണ്ട്. വൈദ്യ ചികിത്സയും കുറച്ചൊക്കെ അറിയാം. അസൂറ ബീവി അതങ്ങനെ അങ്ങ് പറഞ്ഞൊപ്പിച്ചു. അല്ല എങ്കിൽ റബ്ബേ. അവർ പറഞ്ഞു, അൽഹംദുലില്ലാ, ഈ നാട്ടിൽ നല്ലൊരു വൈദ്യനില്ലാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സാധുക്കളായ ഈ നാട്ടുകാർക്ക് വലിയ ഉപകാരമാകും. അസൂറ ബീവി അത് സമ്മതിച്ചു. അവർ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അസൂറ ബീവി പറഞ്ഞു, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി എന്നെ ഹക്കീം എന്ന് വിളിച്ചോളൂ. അങ്ങനെ അസൂറ ബീവിക്ക് ഹക്കീമ എന്ന പേര് വന്നു. ഹക്കീമിന് താമസിക്കാൻ ഒരു വീടൊരുക്കി കൊടുത്തു. അങ്ങനെ ചികിത്സയും തുടങ്ങി. ഏത് രോഗം വന്നു പറഞ്ഞാലും ഫാത്തിഹ സൂറത്ത് ഓതി വെള്ളം മന്ത്രിച്ചു കൊടുക്കാൻ നൽകും. അള്ളാഹുവിൻ്റെ കുതിർത്ത് കൊണ്ട് എല്ലാവരുടെയും അസുഖങ്ങൾ മാറാൻ തുടങ്ങി. എത്ര വലിയ മാറാരോഗവും അസൂറ ബീവി എന്ന ഹക്കീം ഫാത്തിഹ ഓതി മന്ത്രിച്ചു വെള്ളം നൽകി. അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് മാറ്റിക്കൊടുത്തു. ഇതറിഞ്ഞ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. അധികം വൈകാതെ ഹക്കീം എന്ന വൈദികന്റെ പ്രശസ്തി കാട്ടുതീ പോലെ ആ രാജ്യത്ത് വളർന്നു. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷയില്ലാതെ അത് സംഭവിച്ചത്. അസൂറ ബീവി എന്ന ഹക്കീം എന്ന വൈദികന്റെ പ്രസക്തി രാജ്യത്തറിയപ്പെട്ടു. ആ രാജ്യത്തെ ചക്രവർത്തിക്ക് ഒരു മകളുണ്ട്. പേര് സുഹ്റ. പെട്ടെന്ന് ഹംദ ചോദിച്ചു, അല്ലാ ഷാമിൽ, അത് എൻ്റെ അവസ്ഥയാകുമോ? ഹംദ, പറയാം, ഞാനെല്ലാം പറയാം. രാജാവിൻ്റെ സുഹ്റ മകള് മാറാത്ത വയറുവേദനയുമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു അത്. അപ്പോഴാണ് ആരോ വന്ന് പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് ഹക്കീം എന്ന പേരുള്ള ഒരു വൈദികനുണ്ട്. എത്ര വലിയ മാറാത്ത രോഗങ്ങളും അവരെ അടുക്കൽ പോയാൽ മാറി വരുന്നു. അതുകൊണ്ട് രാജകുമാരിയെയും ഒന്ന് കാണിച്ചാലോ? ഉടൻ രാജാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പോയി വൈദികനെ കൂട്ടിക്കൊണ്ടുവരൂ. പട്ടാളക്കാർ പോയി ഹക്കീം എന്ന വൈദികനെ കണ്ടു വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അല്ലയോ വൈദ്യരെ, ഞങ്ങളുടെ കൂടെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരണം. എന്നാൽ ഹസൂറ ബീവി പറഞ്ഞു, ഇല്ല, അത് ഞാൻ ചെയ്യില്ല. ഞാൻ ഈ വീട്ടിൽ ഇരുന്നു കൊണ്ട് ചികിത്സിച്ചോളാം. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? എന്നാൽ രാജാവിൻ്റെ മകളല്ലേ? പട്ടാളക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രാജകുമാരി സുഹ്റാക്ക് ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കാൻ കൊടുത്തു. റബ്ബിന്റെ അനുഗ്രഹത്താൽ രാജകുമാരിയുടെ രോഗം പൂർണ്ണമായും ഷിഫയായി. രാജാവിന് വളരെയധികം സന്തോഷമായി. രാജാവ് പറഞ്ഞു, ഒരുപാട് വൈദ്യന്മാരെയും മറ്റും കാണിച്ചു, പക്ഷേ മകളുടെ രോഗം ഷിഫയായില്ല. പക്ഷെ നിങ്ങൾ മന്ത്രിച്ചു നൽകിയ വെള്ളം കുടിച്ചപ്പോഴേക്കും നിങ്ങൾ കാരണം അള്ളാഹു മകളുടെ രോഗം ഷിഫയാക്കി തന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്താണ് സമ്മാനമായി നൽകേണ്ടത്? അല്ലയോ രാജാവേ, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്നെ നിങ്ങൾ വെറുതെ വിട്ടാൽ മാത്രം മതി. എന്നാൽ രാജാവ് പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ അത്രക്കും വലിയൊരു, എൻ്റെ പൊന്നുമോൾ ഒരുപാട് ദിവസങ്ങളായി കഷ്ടപ്പെടുന്ന രോഗമാണ് മാറ്റിയെടുത്തത്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സമ്മാനമായി സ്വീകരിച്ചേ പറ്റൂ. രാജാവിൻ്റെ നിർബന്ധം കാരണം ഹക്കീം വൈദികൻ പറഞ്ഞു, എന്നാൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടിയാൽ നന്നായിരുന്നു. ഉടൻ തന്നെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു.
നമ്മുടെ പഴയ കൊട്ടാരം ഇപ്പോൾ ആൾ താമസമില്ലാതെ കിടക്കുകയാണ്, അവിടത്തേക്ക് താമസം മാറ്റിക്കോളൂ. അങ്ങനെ ഹക്കീം വൈദ്യർ അവിടെ താമസിക്കുകയാണ്. പഴയതുപോലെ ചികിത്സയും ഇബാദത്തും എല്ലാമായി മുന്നോട്ട് പോകുകയാണ് ജീവിതം. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രാജകുമാരി സുഹറക്ക് ഒരാഗ്രഹം. എൻ്റെ രോഗം മാറാൻ കാരണക്കാരനായ വൈദികൻ ഹക്കീമിനെ എനിക്ക് ഭർത്താവായി കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളത്. യാ അല്ലാഹ്, ഇനി എന്തൊക്കെ സംഭവിക്കും? രാജകുമാരി ഈ വിവരം ഉമ്മയോട് പറഞ്ഞു. താമസിയാതെ ഈ വിവരം ഉപ്പയുടെ ചെവിയിലുമെത്തി. അതെ, നമ്മുടെ മോൾക്ക് അന്ന് വന്ന ആ വൈദ്യനെ വല്ലാതെ ഇഷ്ടപ്പെട്ടത്രേ. അതുകൊണ്ട് നമ്മുടെ മകൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ പൊന്നുമോളുടെ രോഗം മാറ്റിയ ആ വൈദികനെ, അതെ, എല്ലാവർക്കും ഒറ്റനോട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമായിരുന്നു. രാജാവ് രണ്ടാളുകളെ വൈദികൻ ഹക്കീമിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. അവർ പറഞ്ഞു, രാജകുമാരി നിങ്ങളെ ഭർത്താവായി കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വിവരം ഹക്കീമിനോട് പറഞ്ഞപ്പോൾ ശരിക്കും ഹക്കീം എന്ന അസൂറ ബീവി ഞെട്ടിപ്പോവുകയാണ്. യാ അല്ലാ, എൻ്റെ പരീക്ഷണങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ലേ? അപ്പോൾ തന്നെ അതാ അവരോട് പറയുന്നു, അതെ, ഞാൻ ഇപ്പോൾ ഒരു വിവാഹത്തിനുള്ള മാനസികാവസ്ഥയിലല്ല. ദയവായി എനിക്കിപ്പോൾ എൻ്റെ ഇബാദത്തും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇബാദത്തിലായി ലയിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് അവർ സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, സുഹറയും ഹക്കീമും തമ്മിലുള്ള വിവാഹത്തിന് അവർ നിർബന്ധിച്ചു. അതോടൊപ്പം അവർ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു. ഹക്കീം വിവാഹത്തിന് സമ്മതിച്ചു. അതോടുകൂടി കൊട്ടാരത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രാജകുമാരി സുഹറ സന്തോഷം കൊണ്ട് മതിമറന്നു. കയ്യിൽ മൈലാഞ്ചി വരച്ചും തോഴിമാർ ഒപ്പന പാട്ടുപാടിയും രാജകുമാരിയുടെ ചുറ്റും കൂടി. അതെ, നാളെയാണ് കല്യാണം. എന്നാൽ കൊട്ടാരത്തിൽ ഇത്രയ്ക്കും വലിയ സന്തോഷങ്ങൾ നടക്കുമ്പോൾ അതാ കുറച്ചപ്പുറത്ത് ആ വീട്ടിൽ ഒരാൾ ദുഃഖിതനായി ഇരിക്കുകയാണ്. യാ അല്ലാ, നീ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണോ അല്ലാ? റഹ്മാനെ, ഞാനൊരു പെണ്ണാണെന്നുള്ള സത്യം നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല അല്ലാ. ഞാൻ എന്ത് ചെയ്യും യാ അല്ലാ? ഹക്കീം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അസൂറ എന്ന ഹക്കീം വൈദികൻ കരയുകയായിരുന്നു. റബ്ബേ, ഞാൻ എന്താ റഹ്മാനെ, എനിക്ക് എന്തൊരു പരീക്ഷയാണല്ലോ. എങ്കിലും അതാ ഹക്കീം വൈദ്യർ കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ആഘോഷങ്ങളാണ് കൊട്ടാരത്തിൽ നടക്കുന്നത്. എന്നാൽ നമ്മുടെ ഹക്കീം വൈദികൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കല്യാണത്തിൻ്റെ അന്ന് രാജാവ് മന്ത്രിമാരെയും മറ്റും വിളിച്ചിട്ട് പറഞ്ഞു, എവിടെ, നിങ്ങൾ നമ്മുടെ ഹക്കീമിനെ അണിയിച്ചൊരുക്കി കൊണ്ടുവരണം. പറഞ്ഞ പോലെ തന്നെ പുതുമാരന് ധരിക്കേണ്ട പുതിയ വസ്ത്രങ്ങൾ എല്ലാം കൊണ്ടുപോയി. അത് അത്യധികം വിലപിടിപ്പുള്ളതായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടിയുള്ള ഭർത്താവിനുള്ള വസ്ത്രങ്ങൾ രാജാവ് ഏറ്റവും മുന്തിയ ഇനത്തിലുള്ളതായിരുന്നു വാങ്ങിയത്. അസൂറ ബീവി എന്ന ഹക്കീം വൈദികൻ ഒരു നിവൃത്തിയും ഇല്ല എന്ന് കണ്ടപ്പോൾ അവർ കൊണ്ടുവന്ന പുതിയ ഡ്രസ്സ് ധരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതെ, അവരെല്ലാവരെയും പുറത്താക്കിയിട്ട് അദ്ദേഹം ഡ്രസ്സ് ധരിക്കുന്നു. എന്നാൽ ആ മനോഹരമായ ഡ്രസ്സ് ധരിച്ചപ്പോൾ ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോകുന്ന സൗന്ദര്യമായിരുന്നു ഹക്കീം വൈദികന് ഉണ്ടായിരുന്നത്. അതെ, വളരെയധികം മനോഹരമായിരിക്കുന്നു. എന്നാൽ എല്ലാവരും കൂടെ വിവാഹപ്പന്തലിലേക്ക് നടക്കുകയാണ്. പുതുമണവാളനെ കാണുവാൻ വേണ്ടി ആയിരങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. നിക്കാഹിൻ്റെ മുഹൂർത്തമായി. അതാ നിക്കാഹിനുള്ള സമയമായി. ബീവിയുടെ മനസ്സിൽ പല പല ചിന്തകൾ. അല്ലാഹുവേ റഹ്മാനെ, അല്ലാഹ്, രക്ഷപ്പെടാൻ ഇതല്ലാതെ വഴിയില്ലാത്തത് കൊണ്ടാണല്ലാ. അങ്ങനെ അതാ നിക്കാഹെല്ലാം കഴിഞ്ഞു. രാത്രിയായപ്പോൾ ഹക്കീമിൻ്റെ മണിയറയിലേക്ക് അതാ മണവാട്ടി കടന്നു വരുന്നു. ഒരു നിമിഷം ഹക്കീം എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചുപോയി. യാ അല്ലാ, എന്ത് ഞാൻ പറയും മണവാട്ടിയോട്? ഞാൻ എങ്ങനെ തുടങ്ങും? എന്ത് പറയും? വല്ലാത്ത ഒരവസ്ഥയായിരുന്നു അത്. അല്ലാഹുവേ, ഞാൻ എന്ത് ചെയ്യും? അത് മണവാട്ടി എൻ്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നു.
സത്യം പറഞ്ഞാൽ അസൂറ ബീവിക്ക് എന്താണ് സംഭവിച്ചത്? ആ മണിയറ രാവിൽ അവിടെ എന്താണ് നടന്നത്? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും കഥ വായിച്ചതാണല്ലോ. എന്താണ് ആ മണിയറയിൽ അന്ന് നടന്നത്? നിങ്ങൾ അതിൻ്റെ കമൻ്റ് എഴുതുക. ഇൻഷാ അല്ലാ ബീവിയുടെ കഥ കേട്ട് ആരും ഒഴിഞ്ഞു പോവരുത് കേട്ടോ. നമ്മളെല്ലാം പഠിക്കേണ്ട കഥയാണ്. കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തും ഇൻഷാ അല്ലാ നമ്മുടെ അജ്മലിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് ആരും പോകരുത്. ഒരു പക്ഷേ ഇങ്ങനത്തെ കഥകൾ കേൾക്കുന്നതും നമുക്ക് പ്രതിഫലമുള്ള കാര്യമായിരിക്കും. എന്തൊക്കെ തന്നെയാലും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ. അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് നക്കിക്കോളിട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.